ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലാബ് 37 ആണ്. വെക്ടേഴ്സ് +2 വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജിയോജിബ്രയിൽ നേരിട്ടെടുക്കുകയല്ല. അപ്പോൾ ആ ഒരു രീതിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. 2025 ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ 3/ കാണും. അതിൻ്റെ അവിടെ കാൽക്കുലേറ്റേഴ്സിൽ 3D കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഫോണിലും മറ്റ് കമ്പ്യൂട്ടറിലും അല്ലാത്തടത്ത് ചെയ്യുന്നതിനാണ്, നെറ്റ് വഴി ചെയ്യുന്നതിന്. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ അതൊന്ന് ഓൺ ആവാനുള്ള സാവകാശം കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 3D പ്ലെയിൻ വരുന്നു. അപ്പോൾ ഇത് 2025 ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയിട്ട് വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ അവിടെ നമ്മളൊരു പോയിൻ്റ് പ്ലോട്ട് ചെയ്തു 1 2 -1. ഓക്കെ, അപ്പോൾ ആദ്യം പോയിൻ്റ് പ്ലോട്ട് ചെയ്യുക, പിന്നെ വെക്ടർ എന്ന് കൊടുത്തിട്ട് ആ പോയിൻറ്റിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനെ ബേസ് ചെയ്ത് ഒരു വെക്ടർ അവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ യൂണിറ്റ് വെക്ടർ കാണാനാണ്. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. അപ്പോൾ എ കിട്ടും. പിന്നെ u/a ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ യൂണിറ്റ് വെക്ടർ കിട്ടും. പിന്നെ അതിൻ്റെ 3 ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഉള്ളൊരു വെക്ടർ കാണുക. അതിന് 3 ടൈംസ് v എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് 3 ടൈംസ് ഉള്ള ഒരു ഇത് കിട്ടും. നമ്മളിതിൽ 6 മാർക്കിനുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുള്ളൂ. 8 മാർക്കിനുള്ളതേ ചെയ്യുന്നുള്ളൂ, ഫുള്ള് ചെയ്യുന്നില്ല. ഓക്കെ, 6 മാർക്കിനുള്ളതാണ് ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം 8 അല്ലേ. ഇനി അടുത്തതെന്ന് പറയുന്നത് 2 2 1 ഇനീഷ്യൽ പോയിൻറ്റ്സ് ആവുന്ന രീതിയിലൊരു 3 പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. അതായത് 2 2 1 എന്നുള്ള പോയിൻറ്റിനെ ബേസ് ചെയ്ത് മ്യൂച്വലി പെർപെൻഡിക്കുലേഴ്സ് ആയിട്ടുള്ള 3 വെക്ടേഴ്സ് എക്സ് വൈ സെഡ് ഡയറക്ഷൻസിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പോയിൻ്റ് പിന്നെ വെക്ടർ ചെയ്യാനുള്ള കമാൻഡ് പറഞ്ഞു തന്നു. പിന്നെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സെഡ് ആക്സിസിലും ഓരോ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക, വെക്ടർ എന്ന് കൊടുത്ത് ബ്രാക്കറ്റിൽ ആൽഫബറ്റ് കൊടുത്ത് 3 വെക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. ലെങ്ത്ത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 2 യൂണിറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ആക്സിസിലാകുമ്പോൾ 2 0 0, വൈ ആക്സിസിലാകുമ്പോൾ 0 2 0, സെഡ് ആക്സിസിലാകുമ്പോൾ 0 0 2. ഓക്കെ, അപ്പോൾ ആദ്യം പോയിൻറ്റ്സ് ഞാൻ എടുത്ത് പിന്നെ വെക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്, ബിയും സിയും ഡിയും. ഓക്കെ, വെക്ടർ എടുക്കേണ്ട രീതിയെല്ലാം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടൂൾസ് എടുത്തിട്ട് മോർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ വെക്ടർ ഫ്രം പോയിൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ പോയിൻ്റ് സെലക്ട് ചെയ്യുക. ഏത് ഇതിനാണോ പാരലൽ വേണ്ടത് ആ പോയിൻറ്റും സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ ലാബ്.